കേരള ഓൺലൈൻ മീഡിയയിലേക്ക് സ്വാഗതം. മാധ്യമങ്ങൾ ഏറെ ചർച്ച ചെയ്ത ഒരു കൊലപാതകമായിരുന്നു റിഫ മെഹനുവിൻ്റേത്. കേസ് ഡയറിയിൽ അതൊരു ആത്മഹത്യയാണെങ്കിൽ കൂടി യഥാർത്ഥത്തിൽ അതൊരു ആസൂത്രിത കൊലപാതകമാണ്. എൻ്റെ സുഹൃത്ത് ഷൈനയ്ക്ക് റിഫ മെഹനുവിൻ്റെ ആത്മാവ് നേരിട്ട് നൽകിയ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി മോദിജിയുടെ കാര്യത്തിലും ആത്മാക്കൾ തന്ന വിവരങ്ങളാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് റൂഹി, ഒഫീഷ്യൽ നെയിം ഷൈന, കാനഡയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു മർഡർ കേസിനെ കുറിച്ച് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് എല്ലാ മലയാളീസിനും അറിയുന്ന ഒരു കേസാണ് റിഫ മെഹനു കേസ്. ദുബായിൽ സൂയിസൈഡ് ചെയ്തു എന്ന് പറയുന്ന ആ കേസിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഇറ്റ് വാസ് നോട്ട് എ സൂയിസൈഡ്, അത് വെൽ പ്ലാൻ മർഡർ ആയിരുന്നു. ആ കുട്ടിയുടെ ഹസ്ബൻഡിന്റെ കൂടെ ഉണ്ടായ 2 പേരും കൂടി കൊന്നതാണ്. അത് എങ്ങനെ എനിക്കറിയാം എന്ന് ചോദിച്ചാൽ എനിക്കത് വളരെ വളരെ ക്ലിയർ ആയിട്ട് എനിക്കറിയാം. ഇത് വിശ്വസിച്ചേ പറ്റുള്ളൂ. മരിച്ചുപോയ ആ പെൺകുട്ടി തിരിച്ച് ഭൂമിയിലോട്ട് വന്നിട്ട് സോളായിട്ട് വന്നിട്ട് എനിക്കത് വളരെ ക്ലിയർ ആയിട്ട് കാണിച്ചു തന്നൊരു കാര്യമാണ്. വളരെ ക്ലിയർ ആയിട്ട് അന്ന് രാത്രി അവിടെ എന്താണ് സംഭവിച്ചതെന്നും ആ കുട്ടിനെ ഇവരെന്താ ചെയ്തതെന്നും എല്ലാം വളരെ ക്ലിയർ ആയിട്ട് ഞാനൊരു പിക്ചർ കാണുന്നത് പോലെ ഞാൻ കണ്ടതാണ്. സോ എനിക്കത് പറഞ്ഞേ പറ്റുള്ളൂ. ഇറ്റ്സ് ടൈം ടു റിവീൽ ദിസ്. ഞാൻ കണ്ട കാര്യങ്ങൾ ഞാൻ പറയുവാണ്. എനിക്ക് കാണിച്ചു തന്നത്, ഞാൻ കണ്ടതല്ല, എനിക്ക് കാണിച്ചു തന്ന കാര്യങ്ങൾ. അതായത് റിഫ ഈ പറഞ്ഞതുപോലെ വളരെ ഹാപ്പി ആയിരുന്നു ആ രാത്രിയിൽ. കയറി അവളുടെ റൂമിലോട്ട് പോയി. അതിനുശേഷം ഇവരവിടെ സംസാരം തുടങ്ങിയത്, സംസാരിച്ച് അവർ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. സംസാരം തുടങ്ങിയത് ബിറ്റ്വീൻ റിഫയും റിഫയുടെ ഹസ്ബൻഡ് മെഹനാസും ആണ്. പക്ഷെ എല്ലാവരും പറയുന്നത് അവിടെ മെഹനാസും ജംഷാദും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാ പറയുന്നത്. ഇല്ല, വേറൊരാളും കൂടി അവിടെ ഉണ്ട്. അത് മെഹനാസും ജംഷാദും ആഷിഖും, ഈ 3 പേര് ആ റൂമിന്റെ അകത്തുണ്ട്. ഇവര് 3 പേരും കൂടി ഈ കുട്ടീനോട് എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട്. അപ്പം അത് അവള് ചെയ്യാൻ റെഡിയല്ല. ആ സമയത്ത് തള്ളാൻ തുടങ്ങി. തള്ളിയിട്ട് ബെഡിലോട്ട് ഇടുന്നത് മെഹനാസ് ആണ്. മെഹനാസ് തള്ളിയിട്ട് റിഫനെ ബെഡിലോട്ട് ഇട്ടു. പിന്നെയും ബെഡിൽ നിന്ന് എഴുന്നേറ്റിട്ട് അവളിങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന പോലെ പിന്നെയും ഫോർവേഡ് ആയിട്ട് പോകുമ്പം നെക്സ്റ്റ് മൊമെന്റ് സംഭവിച്ചു എന്ന് പറഞ്ഞാല് കഴുത്തിലുണ്ടായ ഷോള്, ഒരു ലൈറ്റ് പിങ്ക് പോലത്തെ ഷോളാണ് എൻ്റെ ഒരു കണ്ണിൽ കണ്ടത്. കഴുത്തിലുണ്ടായ ഷോള് വെച്ചാണ് മുറിക്കിയത്. അത് മെഹനാസ് ആണ് ടൈറ്റൻ ചെയ്യുന്നത്. കഴുത്തിലോട്ട് അങ്ങോട്ട് അത് ടൈറ്റൻ ചെയ്ത് കഴിഞ്ഞാൽ ദ നെക്സ്റ്റ് മൊമെന്റ് അവള് ബെഡിലോട്ട് വീണ് ഷി വാസ് ഷിവറിങ്. നമ്മൾ പറയില്ല, മരിക്കാൻ പോകുമ്പം ആ വെപ്രാളത്തിൽ പെടക്കണം. ആ ഒരു പെടക്കണ സമയത്ത് കാല് പിടിക്കുന്നത് ജംഷാദാണ്. ജംഷാദിനൊപ്പം വേറെ ആഷിഖും പിടിക്കുന്നുണ്ട്. പക്ഷെ ആഷിഖ് ഇൻ ബിറ്റ്വീൻ കാല് വിടുന്നുണ്ട്, പിന്നെയും പിടിക്കുന്നു, വിടുന്നു, ഇനി പിടിക്കുന്നു. പക്ഷെ ജംഷാദ പിടിച്ചെടുത്തുനിന്ന് വിടുന്നില്ല. മെഹനാസ് അവളുടെ ശ്വാസം നിൽക്കുന്നത് വരെ ആ ഷോള് ടൈറ്റൻ ചെയ്ത് വെച്ച് ഇല്ലാണ്ടാക്കിയതാണ്. ഇങ്ങനെയാണ് അവിടെ സംഭവിച്ചത്. ഇതാണ് അവിടെ സംഭവിച്ചത്. ശരിക്കും വെരി ബ്രൂട്ടൽ മർഡർ എന്നൊക്കെ പറയണ പോലെ ഇറ്റ് വാസ് കിൽഡ് ബൈ 3 people: മെഹനാസ്, ജംഷാദ് ആൻഡ് ആഷിഖ്. റിഫ മരിച്ച ദ നെക്സ്റ്റ് മൊമെന്റ് അവളുടെ ശ്വാസം നിന്നു കണ്ടപ്പോ തന്നെ ആ റൂമിൽ നിന്ന് ഫസ്റ്റ് ഇറങ്ങി ഓടുന്നത് ആഷിഖാണ്. അവിടെ അപ്പോൾ ഉള്ളത് മെഹനാസും ജംഷാദുമാണ്. ഇതാണ് പിന്നീട് അവിടെയുള്ള ആൾക്കാർ അവിടെ കാണുന്നത്. ഇവർ 2 പേരേ ഉള്ളതെന്ന്. പക്ഷെ ഈ 3 പേർ അവിടെ ഉണ്ടായിരുന്നു. ആഷിഖ് ആ ഇറങ്ങി ഓടുന്ന സമയത്ത് ഹിസ് ബോഡി വാളിലൊക്കെ ഇങ്ങനെ ഇടിക്കുന്നുണ്ടായിരുന്നു. ഇടിച്ച് പോയി. അപ്പൊ തന്നെ ഫോണൊക്കെ വെപ്രാളത്തിൽ അവൻ എടുത്തിട്ട് അവൻ വിളിക്കുന്നുണ്ട്. വളരെ ക്ലിയർ ആയിട്ട് എനിക്ക് അതും കാണിച്ചു തന്നു. ഫോൺ എടുത്തിട്ട് ആരോ വിളിക്കുന്നുണ്ട്. ആ വിളിച്ച ആളാണ് ഈ മർഡറിന്റെ മാസ്റ്റർ മൈൻഡ്. ഇവര് 3 പേരും അവൻ ഹയർ ചെയ്തിട്ട് കൊന്നതാണ്. മെഹനാസിന് വേണ്ടത് റിഫ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാനും അവന് കൃത്യമായി പൈസയും കാര്യങ്ങൾ ചെലവിനും ഒക്കെ കൊണ്ടുപോവുക, അത്രമാത്രം ആവശ്യമുള്ളൂ. അത് അവള് ചെയ്യാൻ റെഡിയല്ല. ഇത് ഫോഴ്സ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പോൾ അവളുടെ ബ്രദറിനോട് ഈ കാര്യങ്ങൾ പറയും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അടുത്ത ദിവസം ഇത് ബ്രദറിനോട് പറയാൻ നിന്ന കാര്യമാണ്. ഇങ്ങനെ എന്നെ ഇങ്ങനെ ഫോഴ്സ് ചെയ്യുന്നുണ്ട്, എനിക്കത് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട്. എന്നെ കൂടുതൽ നിർബന്ധിച്ചു കഴിഞ്ഞാൽ ഞാൻ അവരെ കുറിച്ചും എല്ലാവരെ കുറിച്ചും ദുബായ് പോലീസിൽ ഇത് അറിയിക്കും എന്ന്
റിഫ ഇവരോട് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഈ സംസാരം ഒരു രാത്രി കൊണ്ട് വന്നതല്ല. ഈ സംസാരം ഒരു 1 വീക്ക് ബിഫോർ അതിന് മുമ്പിട്ടേ വരുന്നുണ്ട്. ഇത് അവൾ സ്റ്റോപ്പ് ചെയ്തു, ഞാൻ ഇനി ചെയ്യില്ല എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്തപ്പം അവിടെ തൊട്ടിട്ടേ ഇത് ഫോഴ്സിബിൾ ആവുന്നുണ്ട് ചെയ്യാനും ഇതിനെ കുറിച്ച് പുറത്ത് പറയാതിരിക്കാനും ഒക്കെ. പക്ഷെ ഇത് അവൾ പുറത്ത് പറയും എന്നുള്ള ഒരു കാര്യമാണ് അവിടെ വന്നത്. അത് അവളുടെ വായ അടപ്പിക്കാൻ ഇവർ ശ്രമിച്ചു. വായ അടക്കുന്നില്ല എന്ന് കണ്ടപ്പം ഒരു കൊതുകിനെ കൊല്ലുന്ന പോലെ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാണ്ട് ആക്കി അവരയച്ചു. ഇതിനുള്ള ഓർഡർ വന്നത് വേറൊരു ഭാഗത്തു നിന്നാണ്. അതെന്ന് പറഞ്ഞാൽ അവരുടെ പേരാണ് ബെൻസർ. അവർ ഒരുപാട് ഷോസും കാര്യങ്ങളൊക്കെ ദുബായിൽ നടത്തുന്നുണ്ട്. അവരാണ് ഇതിനുള്ള ഓർഡർ പാസ്സാക്കിയിരിക്കുന്നത്. സോ ഈ കാര്യങ്ങള് റിഫനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൂ എന്ന് ബെൻസർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് മനസ്സിലാക്കാനും അത് അവൾ കേൾക്കാനും അനുസരിക്കാനും അവൾ അത് റെഡി ആയിരുന്നില്ല. അവൾക്കറിയാം ഈ പോകുന്ന കാര്യങ്ങളൊക്കെ തെറ്റായ വഴിയിലൂടെയാണ്. എനിക്കിത് എന്റെ ബ്രദറിനോട് ഇത് പറഞ്ഞ് ഇത് അറിയിക്കേണ്ട ആൾക്കാരെ ഞാൻ അറിയിച്ചിരിക്കും, എന്നെ നിർബന്ധിക്കാൻ നിൽക്കരുത് എന്നുള്ള കാര്യമാണ് അവളുടെ ഭാഗത്തുനിന്ന് വന്നത്. അവിടെയാണ് ഇവർ ഈ ഡിസിഷൻ എടുത്തത്. ഒരിക്കലും റിഫ വിചാരിക്കുന്നില്ല ഇത് മെഹനാസിനോടും ജംഷാദിനും ആഷിഖിനോടൊക്കെ പറയുമ്പോഴും ഇങ്ങനൊരു കാര്യം റിഫയുടെ നേരം ഇവർ ചെയ്ത് കളിയും എന്നൊരിക്കലും റിഫ സ്വപ്നത്തിൽ കൂടി വിചാരിക്കുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയൊരു ക്ലൂ അവൾക്ക് കിട്ടിയിരുന്നെങ്കിൽ അവളുടെ ഫാദറിനെയോ അവളുടെ ബ്രദറിനൊക്കെ അവൾ ഫോണിൽ തന്നെ ഇത് പറഞ്ഞേനെ. എന്നെ കൊന്നു കളിയൊന്നും അവൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഒരിക്കലും അവളുടെ അത് അവളുടെ ഒരു സോൾ എന്നുള്ള ഇതിൽ ഞാനത് കണ്ടതാണ് ആ വേദന. അതൊരിക്കലും മെഹനാസിൽ നിന്നും അവളത് പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം മെഹനാസ് ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ വേദനകളും എല്ലാ കാര്യങ്ങളും. ബിക്കോസ് ഹീസ് എ ഡ്രഗ് അഡിക്റ്റർ. ഡ്രഗ്സും കല്ലും ഒക്കെ കുടിച്ച് അവൻ എന്താ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഒരാളെയും അവൾ അറിയിച്ചിട്ടില്ല. എന്തുകൊണ്ട് അറിയിച്ചില്ല എന്ന് കരുതാൻ ഇറ്റ് വാസ് ഹെർ ചോയ്സ് ഈ മെഹനാസിനെ ലൈഫിൽ കൊണ്ടുവരാന്നുള്ളത്. പിന്നെ അവൾക്ക് ആ പാവം ഫാദറിനെയും അവളുടെ പാരന്റ്സിനെയും ആരും വേദനിപ്പിക്കാൻ ഒട്ടും അവൾക്ക് താല്പര്യമില്ല. അവൾക്ക് എങ്ങനെയെങ്കിലും ഒരു കുഞ്ഞു വീടുണ്ടാക്കി ഫാദറിനെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ ഒന്ന് തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹം മാത്രമേ ആ റിഫക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇത് ചെന്ന് പെട്ടത് സ്മഗ്ലിങ്ങിന്റെ ആൾക്കാരുടെ കയ്യിലായിപ്പോയി അവള് പെട്ടത്. അത് പെടുത്തിയത് ജംഷാദും ആഷിഖൊക്കെ കൂടിയാണ്. അപ്പൊ ഏതൊരു പെൺകുട്ടിയും ദുബായിൽ എത്തിയിട്ട് എന്തെങ്കിലും പൈസ ഒന്ന് ഉണ്ടാക്കണം, ഷോപ്പിൽ നിന്നിട്ട് ആക്കുന്നത് മോഡലിംഗ് ഇതിൽ ചെയ്യുന്നു. അങ്ങനെയൊക്കെ ചെയ്യുമ്പം ആൾക്കാര് ഇൻവോൾവ് ആവും. എന്തോ ഇത്ര പൈസ തന്നാൽ ഇങ്ങനെ ചെയ്താൽ ഇത്ര പൈസ കിട്ടും എന്നൊക്കെ. ചിലപ്പം എനിക്ക് ഇത്ര പൈസ കിട്ടും എന്നുള്ളത് ചിലപ്പം ഒരു അറ്റംപ്റ്റോ 2 അറ്റംപ്റ്റോ ചെയ്തെന്നും വരും. ആ ചെയ്ത് കഴിഞ്ഞപ്പം ഇനി ഇത് ഞാൻ ചെയ്യില്ല, ഇത് ഞാൻ ചെയ്യുന്ന തെറ്റാണ്, എപ്പോഴെങ്കിലും പിടിച്ചു പോയാൽ എന്റെ ലൈഫ് പോകും, എനിക്കൊരു കുഞ്ഞുള്ളതാണ്. ഈ ബോധമൊക്കെ ആ കുട്ടിക്ക് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് റിഫ അത് കണ്ടിന്യൂ ചെയ്യാൻ റെഡി ആവാതിരുന്നത്. പക്ഷെ അപ്പോഴേക്കും എന്തായി, റിഫയ്ക്ക് ഇവരെല്ലാവരും അറിയാം ആരാണ് ഇത് ചെയ്യുന്നതും സ്മഗ്ലിംഗ് ചെയ്യുന്നതും ആരാണ് ഇതിന്റെ പിറകിൽ, ആരാണ് ഇതിന്റെ മെയിൻ ഹെഡ് എന്നും എല്ലാം റിഫക്ക് അറിയായിരുന്നു. അപ്പൊ റിഫ കാണുന്നുണ്ട് കണ്ണോട് വേറെയും പെൺകുട്ടികൾ ഇവരെ ട്രാപ്പിലാക്കുന്നതൊക്കെ. അപ്പൊ ഇനി അതാ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കാര്യം റിഫയുടെ ഉള്ളിലുണ്ട്. അത് പുറത്തോട്ട് വരണം, ദുബായ് പോലീസ് ഇത് അറിയണം എന്നുള്ളൊരു കാര്യമായിരുന്നു റിഫക്ക് ഉണ്ടായത്. പക്ഷെ റിഫ ഒരിക്കലും വിചാരിച്ചില്ല ഇത് അവൾ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് വലിയ ഫ്രോഡ് ക്രിമിനൽസിന്റെ നേരെയാണ് റിഫ ഫൈറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് റിഫക്ക് അറിയില്ലായിരുന്നു ശരിക്കും. അപ്പം അവിടെ ഇതിനുള്ള കൂട്ട് മെഹനാസും ജംഷാദും ആഷിഖും എല്ലാവരും അതിനുള്ള കൂട്ട് റിഫ ഒറ്റക്കാണെന്നുള്ള കാര്യം റിഫ അറിഞ്ഞില്ല. അപ്പൊ ഇവരാരും ഇല്ല, എന്റെ ബ്രദറിനോട് പറയട്ടെ എന്ന് പറഞ്ഞതാണ് അവിടെ ബ്രദറിനോട് എത്തുന്ന മുമ്പ് തന്നെ റിഫനെ ഇല്ലാതാക്കിയത്. ഇതാണ് സത്യം. ബെൻസർ എന്ന് പറയുന്ന ആള് ദുബായിൽ എന്തൊക്കെയോ ഷോസും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ബി വെരി കെയർഫുൾ വിത്ത് ഹിം. ഹി ഈസ് എ വെരി ഫ്രോഡ് ക്രിമിനൽ. അവൻ ശരിക്കും ടാർഗറ്റ് ചെയ്യുന്നത് ഇതുപോലെ വിഡോസിനെയും ഡിവോഴ്സീസിനെയും ഒക്കെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. അവരുടെ ഷോസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ലാസ്റ്റ് ഒക്കെ പോയേക്കുന്നത് വെരി ഓപ്പൺലി, ഇഫ് ഐ ഗോ ടു സേ, റേണു സുധി, സജന ഫിറോസ് എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരൊക്കെ അതിൽ പെട്ടിട്ടുണ്ട്. സോ എല്ലാ ഗേൾസിനോടും ഞാനൊരു റിക്വസ്റ്റ് ആയിട്ട് പറയുവാണ്, വെരി സൂൺ ഇപ്പം ഈ കാര്യങ്ങളൊക്കെ പുറത്തു വരും. ബെൻസറിന് പിടിക്കപ്പെട്ടിരിക്കും. ആ മേർഡർ സംഭവിച്ച ശേഷം ഫസ്റ്റ് ഇറങ്ങി ഓടുന്നത് ആഷിഖ് ആണല്ലോ. ആഷിഖ് വിളിച്ചിട്ട് ഈ സംസാരിച്ച ആളാണ് ബെൻസർ. പിന്നെ അതിന് ശേഷം അവിടെ ഒരു ആംബുലൻസ് ചായ കുടിക്കാൻ നിന്നിരുന്നു. പിന്നെ ഇവർ രണ്ടുപേരും കൂടി ആംബുലൻസ് കൊണ്ടുവന്നു. എല്ലാം ക്രിയേറ്റഡ് സ്റ്റോറീസ് ആണ്. ഇതൊന്നും ട്രൂത്ത് അല്ല, ഇതെല്ലാം സ്ക്രിപ്റ്റഡ് ആണ്. പക്ഷെ ഈ പറഞ്ഞ ആംബുലൻസ് അവിടെ വന്നത് റിഫക്ക് വേണ്ടി തന്നെയാണ്. എത്രയും പെട്ടെന്ന് റിഫനെ അവിടെ നിന്ന് എടുത്ത് എത്രയും പെട്ടെന്ന് ആംബുലൻസിൽ കയറ്റി എത്തിക്കേണ്ടടുത്ത് എത്തിക്കാം. ഒരു
സൂയിസൈഡ് ആണോ എന്താണെങ്കിലും ദുബായ് റൂൾ വെച്ച് നോക്കുമ്പം അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മാത്രമേ ബോഡി നാട്ടിലെത്തിക്കൂ. വിത്തിൻ 24 hours ബോഡി നാട്ടിലെത്തിക്കുക, ഇതായിരുന്നു അവരുടെ മോട്ടോ. അത് അവർ ചെയ്യും ചെയ്തു. കാരണം അതിനുള്ള പവർ അവർക്കുണ്ട്. ആർക്കുണ്ട്? മെഹനാസിനും ജംഷാദിനും ആഷിഖിനും ഇതിനുള്ള പവർ ഇല്ല. വെറും ഡ്രഗ് അഡിക്റ്റ് ആയ മെഹനാസിന് എന്ത് ചെയ്യാൻ പറ്റും ദുബായില്? ഇതിന്റെ ഹെഡ് എന്ന് പറയുന്നത് ബെൻസറാണ്. ബെൻസറാണ് ഇതിനുള്ള പേപ്പർ വർക്ക്സ് ഒക്കെ ചെയ്തതും ഒരു പ്രൂഫ് ദുബായിൽ വെക്കാത്ത രീതിയിൽ നാട്ടിലേക്ക് ബോഡിനെ അയച്ചതും ബെൻസറാണ്. ഇതാണ് സത്യം. ഇപ്പൊ നാട്ടില് കേരളത്തില് ഇതിപ്പോ മൂവ് ചെയ്യുന്നില്ല, ഈ കേസ് കോർട്ടിൽ എത്തുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ബെൻസറാണ് ഇതിന്റെ പിറകില്. He is the one who is throwing the using his financial power, political power ഈ കേസിനെ അനക്കാതിരിക്കാൻ. മെഹനാസിനെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യാൻ പോലുള്ള റൈറ്റ് പോലീസുകാർക്ക് ഇല്ലാത്തത് ബിക്കോസ് മേലെ നിന്നുള്ള ഓർഡർ ആണ്. മുകളിൽ നിന്ന് ഓർഡർ എന്ന് പറയുമ്പോൾ മെഹനാസിന് ആരാണ് ഇത്ര ഓർഡർ കൊടുക്കാൻ അവിടുന്ന്? ഇതിന്റെ ആൾക്കാര്. ബെൻസർ ഇസ് വൺ. ബെൻസറാണ്. കാരണം സ്മഗ്ലിംഗ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ദുബായില്. സ്മഗ്ലിങ്ങിന്റെ പേരിൽ കുറെ പെൺകുട്ടികളെ ട്രാപ്പിലാക്കുന്നുണ്ട്. അതില് റിഫ മാത്രമല്ല മരിച്ചു കിടന്നത്. റിഫ മരിക്കുന്നതിന്റെ 4 ദിവസം മുമ്പ് ലൂക്മാൻ ഹോട്ടലിൽ വെച്ച് റിഫ മാത്രമല്ല, റിഫയുടെ കൂടെ ബനീഷ എന്ന് പറയുന്ന ഒരു ലേഡിയും കൂടി ഉണ്ടായിരുന്നു. അവരെ കൂടെ ഉണ്ടായത് ഈ ബെൻസർ, ജംഷാദ് ഇവരൊക്കെയാണ്. അപ്പൊ ഇതിനുള്ള പ്രൂഫ് എന്താണ്? ഇത് എങ്ങനെയാണ് കണ്ടത്? ഇതെനിക്ക് റിഫ കാണിച്ചു തന്നതല്ല. റിഫ കാണിച്ചു തന്നത് എനിക്കൊരു ഫ്രണ്ട് എന്ന് പറയുന്ന ഒരാള്, ഷംസുദ്ദീൻ എന്നാണ് പേര്, അവൻ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. സോ ഐ ക്വസ്റ്റ്യൻഡ് ഹിം, എന്താണ് നീയും റഫീം തമ്മിലുള്ള കണക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ കാര്യം ഇത് മാത്രമാണ്. ഇനി കൂടുതൽ എന്തെങ്കിലും റിഫീനെ കുറിച്ച് അറിയോ എന്ന് എനിക്കറിയില്ല. വെദർ ഹീസ് ലൈങ്, കളവ് വേറെ എന്തെങ്കിലും പറയുന്നുണ്ടോ എനിക്കറിയില്ല. പക്ഷെ ലൂക്മാൻ ഹോട്ടലിന്റെ കാര്യം അവൻ പറഞ്ഞത് സത്യമാണ്. ബിക്കോസ് അവൻ പറയുന്നുണ്ട് അതിന്റെ ഫുട്ടേജ് എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും. റിഫ മരിക്കുന്നതിന് 4 ദിവസം മുമ്പ് ലുക്മാൻ ഹോട്ടലിൽ ബെൻസറിന്റെ കൂടെ ഈ പറഞ്ഞ ജംഷാദ്, ബനീഷ ഇവരൊക്കെ കൂടെ ആ ഹോട്ടലിൽ പോയിട്ടുണ്ടായിരുന്നു. അത് പോയത് ഈ ഇവന്റിനെ കുറിച്ച് സംസാരിക്കാനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് പറഞ്ഞത്. സോ ഇരിക്കട്ടെ, അതാണ് ഒരു കാര്യം. സോ റിഫ മരിക്കുന്നതിന് 4 ദിവസം മുമ്പ് ഉണ്ടായ ആ ലേഡി ബനീഷ, അവരും ബെൻസറും എല്ലാവരും ഉണ്ടായ ഈ 2 ഗേൾസും ഇവരുടെ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാർ 2 പേരും മരിച്ചു. 2 പേർക്കും സൂയിസൈഡ് എന്നാണ് പേര് വരുന്നത്. ഒരാൾ 2022 മരിച്ചു, ഒരാൾ സൗദിയില് 2024 മരിച്ചു. സോ സൗദിയിൽ എങ്ങനെ ബനീഷ പോയി? ബനീഷയ്ക്ക് റിഫയെ കുറിച്ച് എല്ലാം അറിയായിരുന്നു. അത് ബെൻസറിന് നന്നായിട്ട് അറിയാം. ദാറ്റ് ഇസ് എ റീസൺ റിഫ മരിച്ചു കഴിഞ്ഞപ്പോ തന്നെ ബനീഷയെ ദുബായിന്ന് സൗദിയിലോട്ട് മാറ്റി. ഇപ്പം അടുത്ത് കേൾക്കുന്നത് ബനീഷ ഇസ് സൂയിസൈഡ് ഫ്രം സൗദി. അപ്പൊ ഈ ഗേൾസ് ഒക്കെ സൂയിസൈഡ് എന്ന് പറയുന്നത് സൂയിസൈഡ് തന്നെയാണോ? ബനീഷിനെയും കൊന്നതാവണം എന്ന്. കാരണം റിഫനെ കൊന്നതാണെന്നുള്ളത് പ്രൂഫ് റിഫ തന്നെ വന്ന് കാണിച്ചു. ബനീഷിന്റെ സോൾ എൻ്റെ അടുത്ത് വന്നിട്ടില്ല. സോ എനിക്ക് ബനീഷിനെ കുറിച്ച് എനിക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ എല്ലാ ഗേൾസിനോടും പറയുവാണ്, ഏതൊക്കെ ഗേൾസ് ഇപ്പം അവന്റെ ഇവന്റിലും ട്രാപ്പിലൊക്കെ പെടാൻ പോകുന്നു, ബി അവേ ഫ്രം ഹിം. അവൻ ഹി ഈസ് എ ഫ്രോഡ്, ഹി ഈസ് എ ക്രിമിനൽ, ബ്രോൺ ക്രിമിനൽ. അവൻ നിങ്ങളെ ഇങ്ങനെ സ്മഗ്ലിംഗ് പർപ്പസിന് യൂസ് ചെയ്യും ബിഗിനിങ്ങിൽ, പിന്നെ ട്രാപ്ഡ് ആക്കും, പിന്നെ അതിൽ നിന്നും മാറാൻ പറ്റാത്ത രീതിയിൽ ആയത് സൂയിസൈഡ് എന്ന് പറഞ്ഞിട്ട് കൊല്ലും. ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഇതിന് മുമ്പിട്ടും ചിലപ്പം ചില പെൺകുട്ടികൾ മരിച്ചിട്ടുണ്ടാവാം ഇവന്റെ ട്രാപ്പിൽ പറ്റിയിട്ട്. ആരുടെയും പുറത്ത് വന്നിട്ടില്ല. റിഫയുടേതാണ് ഇപ്പൊ പുറത്ത് വരാൻ പോകുന്നത്. അപ്പം റിഫയ്ക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു മരിക്കുന്ന മുമ്പിട്ട്, ബെൻസറിനെ പുറത്തോട്ട് കൊണ്ടുവരണം, ലോകത്ത് കാണിക്കണം, ദുബായ് പോലീസിന്റെ അടുത്ത് പറയണം കാര്യം, ഇവൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, ഇങ്ങനെ പെൺകുട്ടികളെ ട്രാപ്പിലാക്കി ഇങ്ങനെ നിർബന്ധിക്കുന്നുണ്ട് എന്ന് റിഫക്ക് ദുബായ് പോലീസിനെ അറിയിക്കണം എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. ഇതാണ് അവിടെ സംഭവിച്ചത്. ഈ ഒരു റീസണിലാണ് റിഫനെ ഭൂമിയിൽ വിട്ട് ഇല്ലാണ്ടാക്കിയത്. അതില്ലാണ്ടാക്കിയത് അവളുടെ സ്വന്തം ഭർത്താവ് മെഹനാസും ജംഷാദും ആഷിഖുമാണ്. ഇതാണ് സത്യം. ഇതാണ് അവിടെ രാത്രി സംഭവിച്ചത്.